ഓക്കെ, അപ്പൊ നമുക്കിന്ന് കേരളം ജോഗ്രഫിയിലെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. സമയം കളയണ്ട. ഇന്നലെ അപ്പൊ നിങ്ങൾ എത്ര മണി വരെ പഠിച്ചു? കുഴപ്പമില്ല. അങ്ങനെ തന്നെ നോക്കുക. കാരണം ഇപ്പോഴൊക്കെ നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാലും കിട്ടും. ഇതേപോലെ തന്നെ നോക്കി പോവുക. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര റിവിഷൻ ആണ് നിങ്ങൾ കൂട്ടണ അതിനനുസരിച്ചിരിക്കും ഞാൻ പറഞ്ഞു കാര്യങ്ങൾ. മടിയൊന്നും പിടിക്കാണ്ട് നോക്കി നോക്കി തീർക്കുക. കാരണം ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. നോക്കി തുടങ്ങുമ്പോൾ ഒരറ്റത്തുനിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവസാനിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ റിവിഷൻ ചെയ്യണ കാര്യം കൂടി ഒന്ന് ആലോചിക്കുക. അപ്പോ ആദ്യം തന്നെ നമ്മൾ ആ പറഞ്ഞ കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ് ഇതൊക്കെ തീർത്ത് വച്ചേക്കണം. അവസാനത്തേക്ക് വെച്ചുകൊണ്ട് ഇരിക്കരുത്. അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് ഞാൻ നൈറ്റ് എടുക്കാം. ഇപ്പൊ ഡൗട്ട് ഉള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ആദ്യം എടുക്കാം. ഇനിയിപ്പോ അങ്ങനെ എടുത്ത് പോവാം. പിന്നെ ഇതൊക്കെ തന്നെയാണ്. രാവിലെ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് വെക്കാം. അപ്പൊ ഒരുവിധം ഒരു മെയ് കൊണ്ട് തീർക്കാൻ നോക്കണം. ജൂണിലാണ് തുടങ്ങുക. അപ്പൊ മെയ് ഒരു പകുതി ആകുമ്പോഴത്തേക്കെങ്കിലും തീർക്കാൻ നോക്കണം എന്നുണ്ട്. പിന്നെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് POK വരും കേട്ടോ. POK ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ കിട്ടും. മറ്റേ രീതിയിൽ ഇടുന്നേക്കാളും നല്ലത് നമ്മൾ സാധാരണ രീതിയിൽ ഇടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാൻ കൊടുത്തത്. അപ്പൊ ആ രീതിയിൽ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് POK എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. സ്ക്രീൻ കാണുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കണേ. അപ്പോ കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ മഴ, അതുപോലെ മെയിൻ ആയിട്ട് അനുഭവപ്പെടുന്ന എന്താണ് സീസണിങ് ഏതൊക്കെയാണ്, പിന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചും അതുപോലെ കുറച്ച് എന്താ പറയാ നാഷണൽ പാർക്കുകൾ, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ ഡെയിലി എന്നുള്ള പോലെ PSC എല്ലാ എക്സാംസിനും അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്ന ഒരു മേഖല കൂടിയാണ് കേരള കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കൂടുതലാണ്. കേരള ജോഗ്രഫിയിൽ വരുമ്പോൾ ഒരു മാർക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോ ജോഗ്രഫി എന്നുള്ളൊരു സബ്ജക്റ്റില് 3 ആയിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: കേരള, ഇന്ത്യ, വേൾഡ്. അപ്പൊ മാക്സിമം വേൾഡിൽ നിന്നായിരിക്കും ഒരു 2 മാർക്ക് ചിലപ്പോൾ ചോദിക്കുക. ബാക്കി ഓരോ മാർക്ക് വീതം 1 2 എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് 2 ചോദിക്കും, ചിലപ്പോൾ കേരളത്തിൽ നിന്ന് 2 ചോദിക്കും. നമുക്കറിയില്ല. PSCയുടെ ചോയ്സ് ആണ്. എന്തായാലും കാലാവസ്ഥ കേരളത്തിൽ വരുന്നത് എന്താണ്, ആദ്യത്തെ ഒരു പോയിന്റുകളായിട്ടാണ് നമുക്ക് ഡിസ്കഷൻ ചെയ്ത് പോവാം. മൺസൂണിന്റെ കവാടം, അതായത് ഇന്ത്യയിലേക്ക് നമുക്കറിയാം ഇന്ത്യ ഒരു ഉപദ്വീപാണ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിക്കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ഒരു രീതിയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്നത് എന്താണ്? മൺസൂൺ ഇവിടെ നിന്നാണ് വരിക. നമുക്ക് അറിയാം അല്ലെ? ഇവിടെ നിന്ന് വന്നിട്ട് എന്ത് ചെയ്യും, ആദ്യം കേരള തീരത്താണ് മൺസൂൺ വന്ന് അടിയുന്നത്. അതിനുശേഷം ഈ എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ ഘാട്ട് ഒരു പരിധി വരെ തടഞ്ഞു നിർത്തിയെങ്കിലും കുറച്ച് ഈ ഡൽഹി വരെ, അതായത് നമ്മൾ ഹിമാലയം വരെ, ഹിമാലയത്തിന്റെ ഫൂട്ട് ഹിൽസ് വരെ മൺസൂൺ ചെന്നെത്തുന്നുണ്ട്. അപ്പൊ ആ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? കേരളം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഇത് കേരളം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും ആദ്യം ഈ മൺസൂൺ വന്നെത്തുന്നത്. ഇനി കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷ്ണമേഖലയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഭൂമധ്യരേഖയോട് അല്ലെ, ഭൂമധ്യരേഖയുടെ അടുത്ത്, അതായത് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിനും ഇടയ്ക്കുള്ള മേഖല എന്ന് പറയുന്നത് എന്താണ്? ഉഷ്ണമേഖല, ഉപോഷ്ണ
മേഖലയാണെന്ന് പറയും അല്ലെ. ഉഷ്ണമേഖലയാണ് ഭൂമധ്യരേഖയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ എന്തായിരിക്കും? ഉഷ്ണമേഖലയായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഈ രണ്ട് പോളിലും ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് കോൾഡ് സീസൺ, ശൈത്യമേഖല എന്നറിയപ്പെടുന്ന മേഖലയിലേക്ക്, പോളാർ സൈഡിലേക്ക് പോകും തോറും അവിടെ നമുക്കറിയാം ഭൂമിയുടെ ചെരിവൊക്കെ നമ്മൾ കഴിഞ്ഞു, സീസണിങ് എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതെടുത്ത് കഴിയുമ്പോൾ അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വരും. അപ്പൊ നാളെ ഇത് എടുക്കാം കേട്ടോ, അതുകൊണ്ട് എടുത്ത് തീർത്തരാം. അപ്പൊ ഇത് കേരളം കിടക്കുന്ന എവിടെയാണ്? ഉഷ്ണമേഖലയിലാണ്. കാരണം നമുക്കറിയാം സൂര്യന്റെ അയനാന്തമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും കാപ്രിക്കോണിനും ഇടയിലാണ് സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കേരളം അതിന്റെ ഏറ്റവും വാലുവാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഉഷ്ണമേഖലയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത്, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒന്നാണ് എന്ത്? കേരളം അല്ലെ. അതെ, നമുക്ക് മേഘാലയ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ അളവിൽ ഒരു വാർഷിക വർഷാനുപാതം എന്ന് പറയുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. 200 സെന്റിമീറ്റർ കൂടുതൽ മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ മൺസൂൺ എന്നുള്ളൊരു വാക്ക് നമുക്കറിയാം അറബി വാക്കാണ്. കാരണം ഈ പോർച്ചുഗീസുകാർക്ക് മുമ്പേ നമ്മളുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നത് അറബിക്കാർക്കാണ്. നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്കറിയാലോ, ഈ ഒരു അറബി പോർച്ചുഗീസുകാരുടെ അതിക്രമത്തെ കുറിച്ച് എഴുതിയ ഒരു നോവൽ ഉണ്ടല്ലോ, ഏതാണെന്നറിയോ? ഷൈഖ് സൈനുദ്ദീൻ എഴുതിയ നോവല് അത് തന്നെ, തുഹഫത്തുൽ മുജാഹിദീൻ. അപ്പൊ അതിൽ ഈ പോർച്ചുഗീസുകാരുടെ അക്രമത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? അറബി ഭാഷയിൽ നിന്നാണ്. പിന്നെ ഈ മൺസൂൺ കാറ്റിന്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റിന്റെ ഗതിയും വേഗതയും. അതാണ് എന്തുകൊണ്ട് അദ്ദേഹം ഈ ട്രേഡ് വിൻഡുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഹിപ്പാലസ് ആണ് ആദ്യമായിട്ട് എങ്ങനെ ഈ കാറ്റിനനുസരിച്ച് നമുക്ക് കപ്പലിന്റെ വേഗത കൂടുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൺസൂൺ കാറ്റ് സ്ഥിരം ഉണ്ടാകുന്ന ഒരു ട്രേഡ് വിൻഡ് ആണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ഇതിന്റെ ഗതി എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് വേഗതയൊക്കെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹിപ്പാലസ് തന്നെയാണ്. ഇനി ഹിപ്പാലസ് കേരളത്തിൽ ആദ്യം എത്തിയ വർഷം പറയുകയാണെങ്കിൽ AD 45 ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട്, ഹിസ്റ്ററിയിൽ പഠിക്കുന്ന വർഷം കൂടിയാണ്. AD 45 ആദ്യമായിട്ട് ഹിപ്പാലസ് കേരളത്തിൽ എത്തിയത്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹിപ്പാലസ് കേരളത്തിൽ എത്തിയ ഒരു PYQ ആണ്, ക്വസ്റ്റ്യൻ ആണ്. ജിയോഗ്രഫിയിലല്ല, മറിച്ച് ഹിസ്റ്ററിയിലെ ഭാഗമായിട്ട് ചോദിച്ചാണ്. കേരളത്തിലെത്തിയ വിദേശീയർ എന്നുള്ള ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ പെട്ടെന്നുള്ളതും കനത്തതുമായിട്ടുള്ളതും ഇടിമിന്നലും മേഘസ്ഫോടനത്തിലും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്ന മേഘങ്ങളാണ് എന്ത്? ക്യുമുലോ നിംബസ് മേഘങ്ങൾ. അപ്പൊ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ മഴ പെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ പ്രസൻസ് ആണെന്ന് പറയാം. ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ പ്രസൻസ് ആണ്. ഈ മേഘങ്ങൾ അധികം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാ? മേഘങ്ങൾ അധികം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ അല്ലെ. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു തരം മേഘം ഏതാ? സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു തരം മേഘം കാണുന്നുണ്ടല്ലോ. ഏതായിരുന്നു അത്? ഞാൻ മറന്നുപോയി. ഒരു മേഘം ഉണ്ട്, നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. വായിലുണ്ട്, പക്ഷെ അതിന്റെ പേരങ്ങ് വന്നില്ല. ഓക്കെ, ഒരു മേഘം ഉണ്ട്, അത് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഏതാണ്? ഏതാണ്? ക്യുമുലസ് എന്ന് പറയുന്നത്. അല്ല, ക്യുമുലസ് കാണപ്പെടുന്നത്. ക്യുമുലസ് ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൊണ്ടാണ് നമുക്ക് അധികം മഴയൊക്കെ ലഭിക്കുന്നത്. കാരണം അന്തരീക്ഷ ക്ലൈമറ്റ് മറ്റ് ചേഞ്ചുകളൊക്കെ കാണപ്പെടുന്നത് ക്യുമുലോ നിംബസിലാണ്. മറ്റത് വേറെ എന്തോ ആണ്, ഞാൻ നോക്കട്ടെ കേട്ടോ, പറയാം. അപ്പൊ അറബിക്കടലിലെ ഉയർന്ന താപം മൂലം രൂപപ്പെടുന്ന ക്യുമുലോ നിംബസ് മേഘങ്ങൾ കേരളത്തിൽ ക്രമരഹിതമായിട്ടുള്ള മഴയ്ക്ക്
കാരണമാകുന്നത്. അപ്പൊ ഒരു പരിധി വരെ നമുക്കറിയാം ഇവാപറേഷൻ, നമുക്ക് മേഘങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ കണ്ടന്റും പൊടികളൊക്കെ കൂടി കണ്ടൻസ് ചെയ്തിട്ടാണ് ഈ മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയട്ടെ, സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന നാക്രീസ് മേഘങ്ങളാണോ? നാക്രീസ് മേഘങ്ങൾ, അതായത് ഓസോണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന നാക്രീസ് മേഘങ്ങൾ. അത് തന്നെ, പെട്ടെന്ന് പേര് വായിൽ വന്നില്ല, അതാണ്. അപ്പൊ അതാണ് എന്ത്, ഓസോണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന മേഘങ്ങൾ. അപ്പൊ അറബിക്കടലിന്റെ അപ്പൊ മേഘങ്ങൾ എങ്ങനെ ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം എന്ത് ചെയ്തു, ഇവാപറേറ്റ് ചെയ്തിട്ട് പോകും. അത് പൊടിപടലങ്ങളുമായിട്ടൊക്കെ പൊടിപടലങ്ങളുമായി കണ്ടൻസ് ചെയ്തിട്ടാണ് മേഘങ്ങളായിട്ട് മാറുക. അത് ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും, അന്നേരം അത് കണ്ടൻസ് ചെയ്യും. ഇനി അറബിക്കടലിൽ ചൂട് കൂടുന്നത് ലോകത്തെ മറ്റു കടലേക്കാൾ 1.5 മടങ്ങ് കൂടുതലാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും നമുക്കറിയാം ഈ അറബിക്കടൽ എന്ന് പറയുമ്പോൾ മറ്റു കടലിനെ അപേക്ഷിച്ച് ചെറുതുമാണ്. പിന്നെ എന്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നു, ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. മറ്റു 2 കടലുകൾ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അതിന് ഭൂമധ്യരേഖയിൽ നിന്ന് കുറച്ചൊക്കെ അകലമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു കോൾഡ് വാട്ടറിന്റെ പ്രസൻസും കൂടി വന്ന കാരണം അത് അങ്ങനെ അങ്ങ് ചൂട് പിടിക്കുന്നില്ല. എന്നാൽ നേരെ കുറച്ച് ഇന്ത്യൻ ഓഷൻ എന്ന് പറയുമ്പോൾ നോക്കുക, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് മാത്രമാണ് വരുന്നത്. അതും ചൂട് എപ്പോഴും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് ചൂട് പിടിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് ഇന്ത്യൻ ഓഷനിൽ. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം അത് ചോദിക്കാറുള്ളതാണ്. നമുക്കറിയാം ഏതാണ്, ജൂലൈ മാസം അല്ലെ. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് പിള്ളേരെ ബുദ്ധിമുട്ടിലാക്കും അല്ലെ, നമ്മളെല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു ടൈം കൂടിയാണിത്. ജൂലൈ മാസമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി അല്ലെ. ജനുവരി മാസമാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുക. അതുപോലെ തന്നെ മൺസൂണിന് മുൻപായിട്ടുള്ള വേനൽ മഴ അറിയപ്പെടുന്നതാണ് എന്ത്, മാംഗോ ഷവർ. ഓർത്തു വെച്ചേക്കുക, മാംഗോ ഷവർ. ലോക്കൽ വിൻഡുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്നതാണ്. ട്രേഡ് വിൻഡ് കഴിഞ്ഞ് ലോക്കൽ വിൻഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ കാൽബൈശാഖി, മാംഗോ ഷവർ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കാം. അപ്പൊ കേരളത്തില് തൊട്ടു മുമ്പ്, അതായത് കർണാടക തീരത്തൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു എന്താണ്, വേനലിന് മുമ്പുള്ള ഒരു മഴയാണ് മാംഗോ ഷവർ എന്നുള്ളത്. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ ഉണ്ടാവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താണ്, മഴ കൂടി. അതുകൊണ്ടാണ് അതിനെ മാംഗോ ഷവർ എന്നറിയപ്പെടുന്നത്, മാംഗോ ഷവർ എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ മാസം, ഏറ്റവും കുറവ് ജനുവരി. കേരളത്തിലെ ഏത് ജില്ലയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്? പാലക്കാടല്ല. ഏത് ജില്ലയാ? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് മഴയില്ല. തിരുവനന്തപുരത്ത് മഴ കുറവാണ്, ഓർത്ത് വെച്ചേക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് മഴ കൂടേണ്ടതാണ്. കാരണം കുറച്ചുകൂടെ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്നത് ഏതാണ്, തിരുവനന്തപുരമാണ്. എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഈ മൺസൂൺ കാറ്റ് അന്ന് അടിക്കുന്നത് ഇങ്ങനെ ഒരു വളവോട് കൂടിയിട്ടാണ്, ഇങ്ങനെ ഒരു കർവ്ഡ് നാച്ചുറലാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നില്ല. തിരുവനന്തപുരത്തിന്റെ ആ ഒരു കിടപ്പിന്റെ പ്രത്യേകതയൊക്കെ കൂടിയിട്ടാണ് തിരുവനന്തപുരത്തിന് മഴ കുറവാണ്. ആക്ച്വലി ഈ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിത്യഹരിത ഡെൻസ് വനങ്ങളാണ് കാണപ്പെടുന്നത്. കാരണം മഴയും കൂടുതലുണ്ടായിരിക്കും, ടെമ്പറേച്ചറും ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ചെടികളൊക്കെ നല്ല തഴച്ചു വളരുകയും ചെയ്യും. പക്ഷെ തിരുവനന്തപുരത്ത് കേരളത്തിലെ മറ്റ് ജില്ലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മഴ കുറവാണ്. ഓക്കെ, പറഞ്ഞു പോട്ടെ? ഇതുവരെ ഓക്കെ ആണല്ലോ? ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കുറച്ച് പോയിന്റുകളേ ഉള്ളൂ ഇതിൽ. അങ്ങനെ വലിയ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പോയിന്റ് കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, SCRT-യിലും റാങ്ക് ഫയലിലും ഒക്കെ ഉള്ളത് തന്നെയാണ്, എല്ലാ പോയിന്റും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്തേക്കണ ഒരു നോട്ടാ കേട്ടോ. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഏത്? എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. നേര്യമംഗലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ചൂട് ഉള്ളത് ഏതാ, എവിടെയാ? ഏറ്റവും കൂടുതൽ പാലക്കാടല്ല.
കൊല്ലം ജില്ലയില് പുനലൂര്. കേട്ടിട്ടില്ലേ? അത് പ്രദേശമല്ലേ മറ്റേ ജില്ല ചോദിച്ചാല് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ പുനലൂര്, പക്ഷെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട്. ഓക്കെ, അത് കറക്റ്റാ കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് എന്ത്? ചിന്നാർ. അത് മഴനിഴൽ പ്രദേശമാണ് കേട്ടോ. കാരണം നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് ദാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടുക്കി ഏകദേശം ഇതിന്റെ തൊട്ട് താഴെയായിട്ട് വരും ചിന്നാർ എന്ന് പറയുമ്പോൾ. അപ്പോൾ മഴ ഇവിടുന്ന് നമ്മൾ ഈ സൗത്ത് എന്താണ് വെസ്റ്റ് മൺസൂൺ വന്നു കഴിയുമ്പോൾ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഇതിന്റെ മുമ്പിൽ പെയ്യിക്കെങ്കിലും പിന്നീട് പോണത് കുറച്ചുകൂടെ ഏരിയ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ എന്ത് ചെയ്യില്ല, പെയ്യില്ല. അപ്പൊ ഇവിടെ മഴ നിഴൽ പ്രദേശം, ഇവിടെ ആയിരിക്കും ചിന്നാർ സ്ഥിതി ചെയ്യുക. അതുകൊണ്ടാണ് ചിന്നാർ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമായിട്ട് മാറിയത്. ഇടുക്കിയിലാണ്. ഇനി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ്. ഓർത്ത് വെച്ചിരിക്കുക, കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. കേരളത്തിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടാണ് അല്ലെ. കോഴിക്ക് കുറെ മഴ വേണം, എന്നാലല്ലേ കോഴി നന്നായിട്ട് മുട്ടയിടൂ അല്ലെ. അങ്ങനെ ഓർത്ത് വെച്ചാൽ. പിന്നെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയോ? കണ്ട, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ലക്കിടിയാണ്, വയനാട്. ലക്കിടി ആരെങ്കിലും പോയിട്ടുണ്ടോ? ലക്കിടി? ഇല്ല. ഓക്കെ, നമുക്കൊരു ടൂറൊക്കെ പോവാം. ഓക്കെ, കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? കണ്ടോ, 200 സെന്റിമീറ്റർ മുകളിൽ നിന്നാണ് പറഞ്ഞത്. 300 സെന്റിമീറ്ററോളം ഉണ്ട്. 300 സെന്റിമീറ്ററോളം എന്താണ് കേരളത്തിലെ ശരാശരി. അത്രയും അധികം മഴ ലഭിക്കുന്ന മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് ഈ മേഘാലയത്തിലെ ചിറാപുഞ്ചി ഒക്കെ പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് മഴ ലഭിക്കുന്നതായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് കേരളം. അപ്പൊ നമ്മള് കേരളം വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ വിലയൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും. കാരണം അവിടെയൊന്നും ഇതേപോലെ നമ്മളൊക്കെ ഒരു 2 ബക്കറ്റ് വെള്ളം ഇല്ലാതെ കുളിക്കുവോ? ഇല്ല അല്ലേ? അല്ലെ, 2 ബക്കറ്റ് വെള്ളമെങ്കിലും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യില്ലേ? അതൊക്കെ അപ്പൊ അവിടെ ചെല്ലുമ്പോ അറിയാം, അവിടെയൊക്കെ വെള്ളം കുറവാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം. അപ്പൊ ഇത് നമുക്കറിയാം, ചുഴലിക്കാറ്റ് അധികവും നമ്മുടെ ഈ തീരപ്രദേശമായത് കാരണം ഏറ്റവും അധികം കാറ്റുകൾ, അതായത് നമ്മൾ പറഞ്ഞു കാറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവ കടലില് വളരെയധികം വേഗത കൂടുതലായിരിക്കും. എന്നാൽ കരയിലേക്ക് കടക്കുമ്പോൾ ഇതിന്റെ വേഗതയൊക്കെ കുറേശ്ശെ കുറഞ്ഞു വരും. അപ്പൊ അത്തരത്തില് ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ച് എന്താണ് ഒരു വാർണിംഗ് സിസ്റ്റം, വാർണിംഗ് സെന്റർ, ഇപ്പൊ സുനാമി വന്നതിനോട് കൂടിയിട്ടാണ് ഈ സെന്റർ ഒക്കെ നിലവിൽ വന്നത്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പാസ് അല്ലെങ്കിൽ ചുരം എന്നറിയപ്പെടുന്ന പാലക്കാട് ചുരമാണ്. ഈ പാലക്കാട് ചുരം വഴിയാണ് നമ്മുടെ മൺസൂൺ എങ്ങോട്ട് പോകുന്നത്, മൺസൂൺ കാറ്റുകൾ അല്ലെങ്കിൽ മഴ പാലക്കാടിലേക്ക് കടക്കുന്നതും പാലക്കാടിലെ കോയമ്പത്തൂർ മേഖലയിൽ കുറച്ചൊക്കെ മഴ പെയ്യിക്കുന്നതും തിരിച്ച് പാലക്കാടിൽ നിന്നുള്ള ഉഷ്ണകാറ്റ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ഈ ചുരം വഴിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഏതൊക്കെയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന 4 തരം കാലാവസ്ഥകൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈത്യകാലമുണ്ട്, പിന്നെ വേനൽക്കാലമുണ്ട്, കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, പിന്നെ തുലാവർഷമാണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ശൈത്യകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, കാലവർഷമുണ്ട്, തുലാവർഷം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ശൈത്യകാലം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ തീർന്നു, എന്നാലും വേനൽക്കാലം നമുക്ക് തുടങ്ങി മാർച്ച് മെയ് മാസങ്ങൾ വരെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ സൈക്കിൾ എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 മാസത്തിന്റെയൊക്കെ വ്യത്യാസം വരാറുണ്ട് അല്ലെ. അപ്പോ ഓർത്ത് വെച്ചേക്കുക, വേനൽക്കാലം MM എന്ന് ഓർത്ത് വെച്ചാൽ മതി, മാർച്ച് മെയ്. പിന്നെ ഡിസംബർ ടു ഫെബ്രുവരി ആണ് ശൈത്യകാലം. കാലവർഷം നോക്കുകയാണെങ്കിൽ ജൂൺ ടു സെപ്റ്റംബർ ആണ്. ജൂൺ ടു സെപ്റ്റംബറും. തുലാവർഷം ഒക്ടോബർ ടു നവംബർ ആണ്. തുലാവർഷം ഒക്ടോബർ ടു നവംബർ ആണ്. അപ്പൊ ഇതിനൊരു കോഡിന്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ശൈവ കാതു ഇതിന്റെ ആദ്യത്തെ ഒരു ലെറ്റർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ ഓർഡറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ശൈവ കാതു. അപ്പൊ ഓർത്ത് വെച്ചേക്കുക.
ഈ മാസമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. മാസം മറന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഒരു മാർക്കിന് ഏതൊക്കെ കാലാവസ്ഥ ഏതൊക്കെ മാസങ്ങളിലാണെന്ന് പറഞ്ഞ് തരാനായിട്ടൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഓർത്തു വെച്ചേക്കുക. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഓർക്കുക, ഈ 6 മാസം. അപ്പൊ ഒന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം മഴയും 6 മാസം വെയിലും എന്ന് വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ വിശേഷിപ്പിക്കാം. ആ വെയിലില് കുറച്ചൊക്കെ തണുപ്പ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ആ കാലങ്ങളെ കുറിച്ച് നമുക്ക് സീസണെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്യാം. അപ്പൊ ശൈത്യകാലം. ഓക്കെ, ശൈത്യകാലത്തെ കുറിച്ച് വിന്റർ സീസൺ ആണ്. വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലാവസ്ഥ ഏതാ? സമ്മർ ആണോ വിന്റർ ആണോ? വിന്റർ അല്ലെ. നമുക്ക് ഈ ശൈത്യകാലം എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ അവസാനത്തോടു കൂടിയാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്, ശൈത്യകാലം ആരംഭിക്കുന്നത് അല്ലെ. ക്രിസ്മസിന്റെ ഒക്കെ ഒരു എന്താണ് ആ ഒരു സമയത്ത് നല്ല തണുപ്പായിരിക്കും. നമുക്ക് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഡിസംബർ അല്ലെ. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഒരു 10-11 മണി വരെയൊക്കെ നന്നായിട്ട് നല്ല ഉറക്കമൊക്കെ അങ്ങ് കാച്ചാം. അപ്പൊ നവംബർ മാസം അവസാനം ആരംഭിക്കുന്ന ശൈത്യകാലം ഫെബ്രുവരി പകുതി വരെയാണ് എന്ത് തുടരുന്നത്. ഫെബ്രുവരി പകുതി വരെ തുടരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയില്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ശൈത്യകാലം മഞ്ഞ്, ഇപ്പൊ വേറൊരു രാജ്യത്തൊക്കെ ആണെങ്കിൽ മഞ്ഞ് വീഴ്ച, മറ്റ് ക്ലൈമറ്റിന്റെ ടെമ്പറേച്ചർ 0 താഴെ പോവുക, അങ്ങനത്തെ ഒരു കാലാവസ്ഥത്തിനാണ് ശരിക്കും പറഞ്ഞ വിന്റർ എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ 0°C ഇതുവരെ പോയിട്ടില്ല. അപ്പൊ നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈർപ്പം നിറയാന്ന് പറയുമ്പോൾ നമുക്ക് തണുപ്പാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, കണ്ടൻസ് ചെയ്യും, വെള്ളം കണ്ടൻസ് ചെയ്യും. സോ അതായിരിക്കും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാറൊക്കെ സീറോ വരും സാറേ. മൂന്നാർ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റും കൂടുതലാണല്ലോ. അപ്പൊ അതിന്റെ അങ്ങനെ കുറച്ച് ഏരിയയിൽ മാത്രമാണ് നമുക്ക് ഈ ശൈത്യകാലം ഒന്ന് ആസ്വദിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും മൂന്നാറിലേക്ക് വെച്ച് പിടിക്കുന്നത്. അപ്പൊ അവിടെ നല്ല കൊടൈക്കനാല്, മൂന്നാലൊക്കെ നല്ല നല്ല തണുപ്പ് തന്നെ ഈ പറഞ്ഞ 0 താഴെ പോവാറുണ്ട്. ഓക്കെ, പിന്നെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൽഹിയിലേക്ക് വിടാം. ഡൽഹി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശൈത്യകാലം ആസ്വദിക്കാനായിട്ട് പിന്നെ തോന്നത്തില്ല. അങ്ങനെ അത്രയും കോൾഡാണ് ഡൽഹിയിലൊക്കെ. അപ്പൊ ഡൽഹിയിലെ കോൾഡൊക്കെ വെച്ച് നോക്കുമ്പോൾ കാനഡയ്ക്ക് ഇവിടുന്ന് പോകുന്ന പിള്ളേരൊക്കെ എന്താ പറയാ, എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ബിടെക് കഴിഞ്ഞിട്ട് അവൻ കാനഡയ്ക്ക് പോയി. അവന് സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ കാനഡയ്ക്ക് പോയി കഴിഞ്ഞിട്ട് ഇവൻ പറയാ, തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ തണുപ്പിന്റെ കാര്യം പറയാ. ഇവിടെ ഡിസംബറിലെ അവൻ അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞപ്പോ, എടാ മോനെ ഇവിടെ ഭയങ്കര തണുപ്പാടാ, എനിക്കൊരു സ്വെറ്റർ കൊണ്ടുത്താടാന്ന് പറയും. അപ്പൊ അവനവിടെ 3 ലെയർ ഉടുപ്പിട്ടിട്ടാണ് നിൽക്കുന്നത്. ഏത് ഡിസംബറിലെ. ഇത് കേൾക്കുമ്പോ അവന് ചൊറിഞ്ഞു പറയാം. അവനങ്ങനെ അമ്മയുടെ കാര്യം പറയും. നിങ്ങളൊക്കെ ഇവിടെ ആ സമയത്ത് തണുപ്പ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ കാനഡയിൽ ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞിന്റെ അടിയിലായിരിക്കും ഈ വീടും കാറൊക്കെ. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വണ്ടിയുടെ, അവരുടെ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ ഈ വിൻഡ് ഷീൽഡിൽ നിന്ന് ഈ മഞ്ഞ് നീക്കം ചെയ്യല്. അതുപോലെ ആ മഞ്ഞ് കാലം വരുമ്പോൾ ഇവരുടെ വണ്ടിയുടെ ടയറൊക്കെ മാറ്റേണ്ടി വരും. ആ ടയർ ഇതിന് ഗ്രിപ്പ് അനുസരിച്ചുള്ള ടയർ മാറ്റണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഓർക്കുക, നമ്മുടെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് അല്ലെ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാനഡയ്ക്ക് പോകണ്ട സാർ. കാനഡയ്ക്ക് പോവാം. വൺസ് ഇൻ എ വൈൽ എന്താണ്, നമുക്ക് അതൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എനിക്ക് കാശ്മീര് പോവാൻ ആഗ്രഹമുണ്ട്. കാശ്മീര് പോയാൽ തന്നെ ഒരുവിധമൊക്കെ ആഗ്രഹമൊക്കെ തീരും. പൈസ ഒക്കെ ഉണ്ടല്ലോ അവിടെ. നല്ല ക്ലൈമറ്റ് നോക്കി പോയാൽ മതി. പിന്നെ കാനഡ മോഹം അങ്ങ് നമുക്ക് മാറ്റി വെക്കാം. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോവാനൊക്കെ പറ്റും. പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? LDC അല്ലെങ്കിൽ LGS പിടിക്കുക. LDC പിടിച്ചു കഴിഞ്ഞാൽ 2 കൊല്ലം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ 2 കൊല്ലമൊക്കെ കൂടുമ്പോൾ ഒരു ഫോറിൻ ട്രിപ്പ്. ഒന്നും വേണ്ട, ഫോറിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭൂട്ടാൻ, നേപ്പാളൊക്കെ പോയി കാണുന്നതിന് വിസ പോലും ആവശ്യമില്ല. ഭൂട്ടാനൊക്കെ എന്ത് നല്ല ക്ലൈമറ്റ് ആണെന്ന് അറിയോ. ക്ലൈമറ്റ്, നേപ്പാള്,
ശ്രീലങ്ക, ഇതൊക്കെ നല്ല ചെലവ് കുറഞ്ഞതും ഇന്ത്യൻ റുപ്പിയൊക്കെ താഴെ നിൽക്കുന്നതായിട്ടുള്ള രാജ്യങ്ങളാണ്. അവിടെയൊക്കെ പോയി ചെലവഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത്രയും വേറൊരു എക്സ്പീരിയൻസ് ഇല്ല. ഫുഡ് എക്സ്പെൻസ് അല്ല, പിന്നെ താമസ എക്സ്പെൻസ് അല്ല, എന്നാൽ കാണാനും ഉണ്ട്. ഇത്തരത്തിലുള്ള രാജ്യങ്ങളാണ് ആദ്യം. ഓക്കെ, അപ്പൊ ആദ്യം ജോലി മേടിച്ചോ, എന്നിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സിംഗപ്പൂര്, പിന്നെ ഈ തായ്വാന്, മലേഷ്യ ഇതൊക്കെ പോയി കാണാം. ഓക്കെ, കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് വേനൽക്കാലം. എന്ന് പറഞ്ഞു നമ്മൾ അല്ലെ, മാർച്ച് മുതൽ മെയ് മാസം വരെയാണ് വേനൽക്കാലം. അപ്പൊ വേനൽക്കാലമാണ് കുറച്ചുകൂടെ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാം. കാരണം ഈ എല്ലാ കാര്യവും നടക്കും, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ തോന്നുന്ന ഒരു ക്ലൈമറ്റ് ആണ്. വേറെ ശല്യമൊന്നുമില്ല അല്ലെ. ചിലപ്പോ ഈ മഞ്ഞുകാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ജലദോഷം, പനി മറ്റതൊക്കെ വരാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലായിരിക്കുന്ന കാലയളവാണ് ഇത് വേനൽക്കാലം. പിന്നെ പറഞ്ഞു, പാലക്കാട് ചുരത്തിലൂടെ നമ്മുടെ ചൂടുകാറ്റിന്റെ ഫലമായിട്ട് വേനൽക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പാലക്കാട് ജില്ലയില് ചൂട് വളരെയധികം ഉയരാറുണ്ട്. കാരണം അതിന്റെ കാരണമാണ് ഈ പറഞ്ഞ ഈ പാലക്കാട് ഗ്യാപ്പിലൂടെ തമിഴ്നാട്ടിൽ അടിക്കുന്ന ഉഷ്ണകാറ്റുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏരിയയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതാണ് പാലക്കാട് ജില്ലയിലെ ടെമ്പറേച്ചർ മറ്റ് ജില്ലകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടാനായിട്ട് കാരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല നമ്മൾ പറഞ്ഞു പാലക്കാടാണ്. എന്നാൽ പുനലൂരാണ്, കണ്ടോ കറക്റ്റ് പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരാണ്, ഓർത്തു വെച്ചേക്കുക. ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ മറന്നു പോകാണ്ടിരിക്കുക. നെക്സ്റ്റ്, ഇനിയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അപ്പോ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നറിയപ്പെടുന്നതും ഏതാണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഓക്കെ, അപ്പോ കാലവർഷം, ഇടവപ്പാതി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന കാലാവസ്ഥ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തന്നെയാണ് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്ന് പറഞ്ഞു വിളിക്കുന്നതും ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അത് കോഡൊക്കെ ഉണ്ട്, കോഡൊന്നും വലിയ ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് കാലം വന്ന് തെക്കോട്ട് എടുത്ത് എന്ന് ഓർക്കുക. ഇടയ്ക്ക് കാലം വന്ന് തെക്കോട്ട് എടുത്തു. അപ്പൊ ആദ്യം നിന്ന് എന്ത് ചെയ്യാം, ഇടവപ്പാതി, കാലവർഷം, തെക്കോട്ട് എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതുകൊണ്ട് അത് മാറിപ്പോകുന്ന കൺഫ്യൂഷൻ ഉള്ളവര് വേണമെങ്കിൽ കോഡ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണോ? ഓക്കെ സർ. ഇനി നെക്സ്റ്റ്, കുറെ ടാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. നെക്സ്റ്റ്, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്, ഇടവപ്പാതിയിലാണ്. ഏറ്റവും ആദ്യം വരുന്ന ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് തമിഴ്നാട്, ഒഡീഷ ജില്ലകൾക്കൊക്കെ ഇത് കഴിഞ്ഞു വരുന്ന എന്താണ് കിഴക്കൻ മൺസൂണിലാണ് ഈ പറഞ്ഞ അവർക്ക് മഴ ലഭിക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പിന്നീട് ഇത് വീശിയടിക്കുമ്പോൾ ആദ്യം തമിഴ്നാട് സൈഡുകളിലേക്ക് വരും. ആ ഒരു കാലഘട്ടത്തിലാണ് തമിഴ്നാട് അതേപോലെ മറ്റ് ഈ തീരപ്രദേശത്തുള്ള സംസ്ഥാനങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, മഴ കിട്ടുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷത്തിലാണ്. മറ്റേത് എന്താണ്, തുലാവർഷമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ്, ഹിപ്പാലസ് ആണ് എന്ത് നമ്മൾക്ക് കേരളത്തിൽ ആദ്യം എത്തിയത് എന്ന് പറഞ്ഞു, മൺസൂണിന്റെ കണ്ടെത്തിയത് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയ നാവികൻ കൂടിയാണ് എന്ത്, ഹിപ്പാലസ്. ചെങ്കടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ സൂയസ് കനാലിന്റെ ഒക്കെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കടലാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെങ്കടലിൽ കൂടി കേരളത്തിലേക്ക് എളുപ്പമാർഗം ഈ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റാതെ തന്നെ കേരളത്തിലേക്ക് എത്താം എന്ന് കണ്ടെത്തിയത് ആരാണ്, ഹിപ്പാലസ് ആണ്, ഓർത്തു വെച്ചേക്കുക. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നതും ഏതാണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഇടവപ്പാതി കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ 200 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ ഒരു കാലയളവിൽ
കേരളത്തിൽ ലഭിക്കുന്ന മഴ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 സെന്റിമീറ്റർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇക്പാലസ് കാറ്റ് അതേപോലെ ചെങ്കടലിന് കൂടി കേരളത്തിലേക്ക് എത്തുന്ന വഴി ഇവ കണ്ടെത്തിയത് ആരാണ്? ഹിപ്പാലസ് ആണ്. ഹിപ്പാലസിന്റെ പേരിലാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്ന ഹിപ്പാലസ് കാറ്റ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ജസ്റ്റ് വായിച്ചു. ഇത് പിന്നീട് ഞാൻ PDF ഇട്ടേക്കാം. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നാളെ നമുക്ക് ആ ക്ലൈമറ്റ് അങ്ങ് കംപ്ലീറ്റ് ആക്കിയേക്കാം. ക്ലൈമറ്റും വിൻഡിന്റെ എടുക്കാനുണ്ട്. പിന്നെ ഈ പ്രാവശ്യം വേറെ ഏതെങ്കിലും എടുക്കാനുണ്ടോ? IT എടുക്കാനുണ്ട് അല്ലേ? IT ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. നിങ്ങൾ IT നോക്കിയോ? വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കില്ല അല്ലെ? IT ഒരു ഇത്തിരി ഉണ്ട്. പിന്നെ സുപ്രധാനമൊന്നുമില്ല സാർ. സുപ്രധാനങ്ങളും ഇന്ന് ടീച്ചർ എടുക്കും, മിസ് എടുക്കും. മിസ്സിന്റെ ക്ലാസ് രാത്രി മിസ് എടുക്കും. പിന്നെ മലയാളം ഞാൻ പെൻഡാബ് ജുവൽ മിസ് അയച്ചിട്ട് ഇന്ന് അയക്കും. അപ്പൊ ഈ ആഴ്ച തന്നെ വെക്കാട്ടോ, പേടിക്കണ്ട. ഇനി മലയാളം മിസ്സിന്റെ അടുത്ത് ടാബ് കിട്ടിക്കഴിഞ്ഞാൽ മലയാളം മിസ് കറക്റ്റ് ആയിട്ട് എടുത്തോളൂ, ലൈവ് ക്ലാസ് തന്നെ എടുത്തോളൂ. അപ്പൊ നിങ്ങൾക്ക് എഴുതി കാണിക്കാനും ആയിട്ടുള്ള ഒരു സംവിധാനം അതിലുണ്ടായിരിക്കും. ഇതില്ലാത്ത കാരണമാണ് നമ്മൾ കാശും കൊടുക്കും. അപ്പോ സാറിനായാലും ആദ്യത്തെ മിസ്സിനായാലും ഇതൊരു ഫെസിലിറ്റി ഇല്ലാത്ത കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് ഉണ്ടാവില്ല. അപ്പൊ അത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന പോലെ തന്നെ എഴുതി കാണിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവും. അപ്പൊ കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സും കിട്ടും. അപ്പൊ എന്തായാലും ഇനി സമയമില്ല. നമ്മൾ ഈ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം വെക്കേഷനൊക്കെയാണ്, പിള്ളേരൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ പഠിക്കാനൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ ഈ 2 മാസം കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആയി. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി പഠിച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പ്രയോറിറ്റി മറ്റെന്തിനേക്കാളും കൊടുക്കേണ്ടത് ഇതിന് തന്നെയാണ്. എത്ര ഉറക്കം വന്നെങ്കിലും ക്ഷീണം വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അത് കുറയ്ക്കുക. അപ്പൊ ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും സ്പെഷ്യലോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് അടിച്ചു കയറ്റുമ്പോഴാണ് ഉറക്കം വരിക. അപ്പൊ കുറച്ചൊക്കെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒന്ന് കഷ്ടപ്പെടുക ഒരു 3 മാസം. ഇപ്പൊ ഞാനായാലും എനിക്ക് ഉറക്കം വരും ഫുഡ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇന്നലെ ഇരുന്ന പോലെ തന്നെ ഒരു 12 to ഒരു 4 മണി വരെയൊക്കെ നിങ്ങൾ ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഉറക്കം കുറച്ചാലും ബോഡിക്ക് അത്ര പ്രശ്നമില്ല. പക്ഷെ എക്സാം അടുക്കാറാവുമ്പോൾ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ. അപ്പൊ അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോ ഇത് തുലാവർഷം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ഏത് മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് തുലാവർഷം അനുഭവപ്പെടുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, കാലവർഷത്തില് എന്തില്ല, നമുക്ക് ഇടിമിന്നലൊന്നുമില്ല അല്ലെ. നല്ല മഴ ഇങ്ങനെ ഏത് നേരവും പെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ കാണാനും എടുക്കാനൊക്കെ നല്ല സുഖം. പക്ഷെ ഇവനങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, ആദ്യം ഇടി അങ്ങ് വരും. മഴ വന്നിട്ടുണ്ടെന്ന് സൂചന നൽകുന്ന ഇടിയാണ്. പിന്നെ മിന്നലുണ്ടായിരിക്കും. പിന്നെ അങ്ങ് ഇടിവെട്ടി പെയ്ത്തായിരിക്കും അല്ലെ. അപ്പൊ ഇടിയും മിന്നലും നമ്മളെ സംബന്ധിച്ച് പേടിയാണ്. ആരും പുറത്തേക്ക് ഇറങ്ങില്ല. അങ്ങോട്ട് മഴയുടെ ആസ്വാദനം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തലക്കകത്തോട്ട് വന്നിട്ട് ഒരു മിന്നലം അടിക്കും അല്ലേ. പിന്നെ നമ്മൾ ഷോക്ക് ലാഗ എന്ന് പറഞ്ഞ പരസ്യത്തിലെ പോലെ വായിക്കൂടെ പുകയൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ തുലാവർഷ കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ ഇവിടെ നോക്കുക, നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാണ്ട് 50 സെന്റിമീറ്റർ ആണ്. മറ്റിടത്ത് എത്രയായിരുന്നു? 200 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് എന്താ ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടിക്കാനാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കുറവാണ് വരുന്നത്. പിന്നെ ഉള്ളത് ഇങ്ങനെ വളഞ്ഞു വരും. ഈ ഒരു കാറ്റ് തന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ ഈ ജസ്റ്റ് ഒരു വളവ് വരും, നമ്മളെ കോറിയോലിസ് പ്രഭാവമൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെ അത്തരത്തിൽ ലഭിക്കുന്ന ഒരു മഴയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷ കാലത്ത് നമുക്ക് വളരെയധികം കുറഞ്ഞ മഴയാണ് കിട്ടുന്നുള്ളൂ, 50 സെന്റിമീറ്റർ ആണ്. ഈ വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നതാണ് എന്ത്? തുലാവർഷം. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ മൺസൂൺ പിൻവാങ്ങുന്ന കാലയളവാണ് ഇത് ഈ തുലാവർഷം എന്ന് പറയാ.
ഓക്കെ അല്ലേ? ഒരു കോഡ് ഉണ്ട്, നിങ്ങൾ നോക്കി വെക്കുക. ഇത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് കിട്ടിക്കോളും. ഇനി കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് കാലാവസ്ഥ കേന്ദ്രം ആരംഭിച്ച സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചളവറയാണ്. ചളവറ കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് കാലാവസ്ഥ കേന്ദ്രം എവിടെയാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ചളവറ നിങ്ങളൊന്ന് നോക്കിയേക്കുക. 2021 ഏപ്രിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രത്യേക സംസ്ഥാനതല കാലാവസ്ഥാ വ്യതിയാന റിപ്പോർട്ട് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളമാണ്. ഇപ്പൊ പ്രത്യേക സംസ്ഥാനതല കാലാവസ്ഥാ വ്യതിയാന റിപ്പോർട്ട് കേരളം, നമുക്കറിയാം പ്രളയത്തിന് ശേഷം നമ്മളൊന്ന് പഠിച്ചു അല്ലെ? കേരള ഇത്തരത്തില് കാലാവസ്ഥ വളരെയധികം മാറുന്നുണ്ട്. അതിനനുസരിച്ച് മഴയും മറ്റും ഒക്കെ നമ്മുടെ കേരളത്തിൽ മാറി മാറിയാണ് വരുന്നത് അല്ലെ? ഇപ്പൊ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം നമ്മളൊരു ജൂൺ ജൂലൈ മാസത്തിലാണ് വിളവിറക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് മാറിയിട്ട് ഓഗസ്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് വിളവെടുപ്പും അതിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? കേരളം. ഓക്കെ, അങ്ങനെ കാലാവസ്ഥ ഏകദേശം നമുക്ക് കഴിഞ്ഞു. അപ്പൊ അതില് പ്രധാനമായിട്ട് വരുന്നത് 4 കാലാവസ്ഥയാണ്. ഒന്ന് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു? വേനൽക്കാലം, ശൈത്യകാലം, വേനൽക്കാലം, ശൈത്യകാലം, പിന്നെ ഇടവപ്പാതി, തുലാവർഷം, കാലവർഷം, തുലാവർഷം. അത് ഏതൊക്കെ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്? ഫെബ്രുവരി, ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരി, മാർച്ച് ടു മെയ് വേനൽക്കാലം, ജൂൺ ടു സെപ്റ്റംബർ, തുലാവർഷം, ഒക്ടോബർ ടു തുലാവർഷം, ഒക്ടോബർ ടു നവംബർ, തുലാവർഷം. തുലാവർഷം. ഓക്കെ, അപ്പൊ അത് പഠിച്ചു. 200ഉം 50ഉം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. 200ഉം 50ഉം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഡിസ്ട്രിക്റ്റ് കോഴിക്ക് നല്ല മുട്ടയിടാനായിട്ട് നല്ല മഴയുണ്ട്. മഴ ആസ്വദിച്ച് മുട്ടയിടുന്ന ഓർത്ത് വെച്ചാൽ. പിന്നെ ഏറ്റവും കുറവോ? തിരുവനന്തപുരം. ചൂട് കൂടിയത് പ്രദേശം പുനലൂര്. കൊല്ലം. അത്തരത്തിലുള്ള പോയിന്റുകളാണ് നമുക്ക് ആവശ്യമുള്ളൂ. അതേ ചോദിക്കത്തുള്ളൂ, PSC അതേ ചോദിക്കത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം, പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ വനം. അടുത്ത കേരളത്തിലെ വനങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു ഫോറസ്റ്റ് നിയമം, വന നിയമം നിലവിൽ വന്നത് തിരുവിതാംകൂറാണ്. ആദ്യമായിട്ട് തിരുവിതാംകൂറിലാണ് ഒരു വന നിയമം നിലവിൽ വന്നത്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1887ലാണ് ഒരു വന നിയമം തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഇപ്പൊ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് ആദ്യമായിട്ട് വന്നത്. പിന്നീട് അതിനുശേഷം നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു വന നിയമം നിലവിൽ വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1961ലാണെന്ന് ഉറപ്പ് വെച്ചേക്കുക. അതുപോലെ തന്നെ കേരള വൃക്ഷ സംരക്ഷണ നിയമം, വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇറക്കിയ ഒരു നിയമമാണ് 1986ലെ വൃക്ഷ സംരക്ഷണ നിയമം. അപ്പോൾ കേരള വന നിയമം 61ൽ ഇറക്കി. അതിനുശേഷം വന നിയമം എന്ന് പറഞ്ഞാൽ വനത്തിലുള്ള എല്ലാ ജീവജന്തുജാലങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു നിയമമാണ് 1961ലെ വന നിയമം. അതിനുശേഷം വൃക്ഷങ്ങളുടെ ഈ എന്താണ് കൂടുതലായിട്ട് ഈ വെട്ടി എടുക്കുന്നതിന് എതിരായിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് വൃക്ഷ സംരക്ഷണ നിയമം. അത് 86ലാണ്. അതുപോലെ തന്നെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2005ലാണ് കേരള സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ ബോർഡ് എന്ന് പറയുമ്പോൾ അറിയാം അല്ലെ, എക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ സംരക്ഷണവും അതുപോലെ തന്നെ ഈ റയർ സ്പീഷീസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സംരക്ഷണാർത്ഥമൊക്കെ രൂപീകരിച്ച ഒരു ബോർഡാണ് ജൈവ വൈവിധ്യ ബോർഡ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2005ലാണ്. അതുപോലെ തന്നെ കേരള വനവൽക്കരണ പദ്ധതി
ആരംഭിച്ച വർഷം 1998 ആണ്. അപ്പോൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് 33% ആ രാജ്യത്തിന്റെ 33% എന്തായിരിക്കണം? വനമായിരിക്കണം. അപ്പൊ നിലവിൽ ഇന്ത്യയിലെയും കേരള സംസ്ഥാനത്തിലെയും വനം എന്ന് പറയുന്നത് ഈ 33% താഴെ 24-23% എങ്ങാണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 33-ൽ എത്തിക്കാനായിട്ട് നമ്മൾ അഡീഷണലി വനം വച്ചുപിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കേരള വനവൽക്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ആരംഭിച്ച വർഷമാണ് 1998. അപ്പൊ തിരുവിതാംകൂറിൽ വന നിയമം വന്ന വർഷം 1887. കേരള വന നിയമം 61-ൽ വന്നു. കേരള വൃക്ഷ സംരക്ഷണ നിയമം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 86-ലാണ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2005-ലാണ്. അതുപോലെ കേരള വനവൽക്കരണ പദ്ധതി എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 98-ലാണ്. പിന്നെ കേരളത്തിന്റെ വനവിസ്തൃതി എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 11,521.814 ചതുരശ്ര കിലോമീറ്റർ ആണ്. 11,521 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഇതിന്റെ ശതമാനം എത്രയാന്ന് വെച്ചാൽ 29 ഉണ്ട്. അപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരമാണ് 29% വരുന്നത്. 33 ആണ് വേണ്ടത്. എന്നാൽ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം എന്താണ്? 54.70% അത് ഇത് തെറ്റാണ്. ഏതായാലും നമ്മൾ ഈ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ടിന്റെ നമ്മൾ അത് എഴുതിയാൽ മതി. 29.101% ആണ് കേരളത്തിലെ വനത്തിന്റെ വിസ്തീർണം. 29% ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ കേരളത്തിലെ വനത്തിന്റെ വിസ്തീർണം എന്താണെന്ന് വെച്ചാൽ 11,521. അതുപോലെ തന്നെ എത്ര ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 29% ഓർത്ത് വെച്ചേക്കുക. ഇനി കേരളത്തിലെ വനവിസ്തൃതി കൂടിയ ജില്ല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുക്കിയാണ്. വനവിസ്തൃതി കൂടിയ ജില്ല ഇടുക്കിയാണ്. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല വയനാടാണ്. അപ്പോൾ ഏരിയ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇടുക്കിയിലും, എന്നാൽ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജില്ലയിലെ മൊത്തം എത്ര ശതമാനം എന്നുള്ളത് ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കാടുള്ളത് എവിടെയാണ്? വയനാടാണ്. അതുപോലെ തന്നെ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ടയാണ്. റിസർവ് വനം, അതായത് റിസർവ് നമുക്ക് മറ്റാൾക്കാർക്ക് ആക്സസ് ഇല്ലാത്ത ഫോറസ്റ്റിന്റെ തന്നെ റിസർവ് വനങ്ങൾ കൂടുതലുള്ള പത്തനംതിട്ടയിലാണ്. ഈ ഗവിയൊക്കെ റിസർവ് വനത്തിന് എക്സാമ്പിൾ ആണ്. പിന്നെ റിസർവ് വനം കുറവുള്ള ജില്ല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് റിസർവ് വനം കുറവുള്ളത്. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനമാണ് ഏത്? വിയ്യാപുരം, ഹരിപ്പാട്. വിയ്യാപുരാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ ഏകമായിട്ടുള്ള എന്താണ് റിസർവ് വനമാണ് വിയ്യാപുരം. ഹരിപ്പാടാണത്. പിന്നെ കേരളത്തിലെ ആദ്യ റിസർവ് വനമാണ് കോന്നി. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയാണ്. കോന്നി, റാന്നി ഒക്കെ റിസർവ് വനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ളതും പത്തനംതിട്ടയിലാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കാടുള്ളത് വയനാടും. എന്നാൽ അല്ലാതെ വനവിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത് 1888-ലാണ്. 1888-ലാണ് കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. 888-ൽ വേറൊരു സംഭവം നടന്നല്ലോ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വർഷമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പോഴും അത് ചെയ്തവരെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ഒരു പറയാറുണ്ട് സാർ, ഒരു വർഷം പറയുമ്പോൾ കണക്ട് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പറയാന്ന് മാത്രമല്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക. ഞാൻ പറഞ്ഞ ഒരു കേരളത്തിലേക്ക് ഒരു 5 തെങ്ങ് വിപ്ലവമൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടം തൊട്ടിട്ട് ഒരു A4 ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ആദ്യം ആ ഒരു ഡേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് പോവുക. ഒരു ടൈം ലൈൻ പോലെ എഴുതുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു സംഭവം അതങ്ങ് എഴുതി വെച്ചേക്കുക. അങ്ങനെ ഓരോന്ന് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടൈം ലൈൻ ആണ് കിട്ടുന്നത്. അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക നിങ്ങളുടെ അടുത്ത്. അപ്പൊ പിന്നെ ഈ ഒരു പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും പൊളിറ്റി ആയാലും എല്ലാത്തിന്റെ വർഷങ്ങളുടെ ഇൻസിഡൻസ് നിങ്ങൾക്ക് ഒറ്റ പേപ്പറിൽ കിട്ടും.
അത് ഇപ്പോഴേ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടും. കുറച്ച് സ്ട്രെയിൻ ചെയ്യണം, പക്ഷെ ഒറ്റയടിക്ക് നിങ്ങളുടെ എല്ലാ ടോപ്പിക്കിന്റെയും വർഷം നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നമുക്ക് എന്താണ് 5 തെങ്ങ് കലാപം തൊട്ടൊക്കെയാണ് ഇത് തുടങ്ങണേ. അപ്പൊ ആ ഒരു വർഷം തൊട്ടിട്ട് കുറച്ച് ടൈം ലൈനുകൾ അങ്ങനെ നിങ്ങൾ എഴുതുക, ഒരു 1947 വരെ. അപ്പൊ അതില് നമ്മൾ ആ ഓരോ ഇൻസിഡന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ പക്ക ആയിരിക്കും. എല്ലാ സബ്ജക്റ്റിന്റെയും വർഷം ആ ഇൻസിഡന്റ് ഒറ്റയടിക്ക് കിട്ടും. ഓക്കെ. ഇനി കേരളത്തിലെ ആകെ എത്ര വനം ഡിവിഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 36 വനം ഡിവിഷനുകളാണ്. 36 വനം ഡിവിഷനുകളാണ്. ഏറ്റവും കൂടിയ അല്ലെങ്കിൽ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റാന്നിയാണ്. റാന്നിയാണ്. വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണ്? ആറളാണ്. ആറളം എവിടെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി പഠിച്ചിട്ടുണ്ട്, അതിൽ വരുന്നതാണ്. ഓക്കെ. ഇനി ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കാവുകൾ അധികം വരുന്ന ജില്ല ആലപ്പുഴയാണ്. കാവുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, പണ്ട് ഈ നമ്മുടെ ഈ വിളക്ക് വെക്കാനൊക്കെ ആയിട്ട് പോകും അല്ലെ, സർപ്പക്കാവ് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അത്തരത്തിലുള്ള കാവുകൾ അധികമുള്ള ജില്ലയാണ് ആലപ്പുഴ. അതുപോലെ കണ്ടൽ കാടുകൾ കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. ഓർത്ത് വെച്ചേക്ക്, ഇത് വീണ്ടും PSC ചോദിക്കുന്നതാണ്. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള കണ്ണൂര്. കണ്ടൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. 36 വനം ഡിവിഷനാണ്. ഏറ്റവും വിസ്തൃതി കൂടിയ അതിൽ റാന്നിയാണ്. ഏറ്റവും വിസ്തൃതി കുറഞ്ഞത് ആറളാണ്. പിന്നെ കാവ് കൂടുതലുള്ളത് ആലപ്പുഴയാണ്. എന്നാൽ കണ്ടൽക്കാടുകൾ കൂടുതലുള്ള ജില്ലയാണ് എന്ത്? കണ്ണൂര് കണ്ടൽക്കാടുകളാണ് കൂടുതലുള്ളത്. കാവ് കൂടുതലുള്ളത് ആലപ്പുഴ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അതുപോലെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ തന്നെയാണ്. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം, എറണാകുളം ജില്ലയിലുള്ള ഹൈക്കോടതിക്ക് ബാക്കിലുള്ള ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളമാണ്. മാറിപ്പോരുത്, പെരിയാർ എഴുതി വെക്കരുത്, ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇരവികുളമാണ്. ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത് തന്നെയാണ്? ഇരവികുളം തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഞങ്ങൾ വായിച്ചപ്പോ ദേശീയോദ്യാനത്തില് ഏറ്റവും ഉയരത്തിലും ആദ്യം വന്നത് ഇരവികുളം, വലിപ്പത്തിൽ കൂടുതല് സൈലന്റ് വാലി എന്നാ. അത് സൈലന്റ് വാലി ആകൂല. അത് ഏത് ബുക്കിൽ നോക്കിയില്ലേ? ഞങ്ങള് ലക്ഷ്യ. സൈലന്റ് വാലി ആവില്ല. PSCയുടെ ഏതെങ്കിലും PYQ നോക്കിയതാണോ? അല്ലല്ലോ. PYQ അത് ഇങ്ങനെ ഒരു ഈ നാഷണൽ പാർക്കിന്റെ കേസിൽ ഇതേപോലെ ഒരു ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന് 6 ഉണ്ട്. പക്ഷെ കേരള ഗവൺമെന്റ് റിപ്പോർട്ട് അനുസരിച്ച് 5 ഉള്ളൂ. ഏതിനും ഒന്നിനെയും കൂടി കേന്ദ്ര മാറ്റി. അതന്നെ ദേശീയോദ്യാനം ഏതാണ്? പെരിയാർ. പെരിയാർ. അത് കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് നാഷണൽ പാർക്കിൽ എന്തോ പെടുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു 2-3 കാര്യങ്ങളുണ്ട്. അപ്പൊ സൈലന്റ് വാലി അല്ല, ഇരവികുളമാണ് വലിപ്പത്തിൽ വരുന്നത്. ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറയാട്ടോ. സൈലന്റ് വാലി അല്ല, സൈലന്റ് വാലി ചെറുതാ. നോക്കാം, എന്നാലും ഒന്നുകൂടെ നോക്കാം. ചിലപ്പോ PSCയുടെ ആൻസർ എനിക്ക് തോന്നുന്നത് ഇരവികുളം അങ്ങനെയുണ്ട്. ഈ PSC ആൻസർ ഇതുവരെ കൊടുക്കുന്നത് ഇരവികുളം. ചിലപ്പോ കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സൈലന്റ് വാലി ആയിരിക്കും ഏരിയ. നോക്കിയില്ല സാർ. ഏതാണ്? 2 ബുക്കിൽ നോക്കിയില്ല. വലിപ്പത്തില് സൈലന്റ് വാലിയും ഉയരത്തില് ഇരവികുളം കണ്ടത്. വലിപ്പം നമുക്ക് ആ സ്ക്വയർ ഫീറ്റ് എത്ര വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം ഓരോന്നിന്റെ. ഓക്കെ.
ഇനി ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പാടും ചോലയാണ്. അതിൽ തർക്കമില്ല, പാമ്പാടും ചോല. ഏറ്റവും വലിയ പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ തട്ടേക്കാടാണ്. ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ മംഗളവനം. ഇപ്പൊ പറഞ്ഞ ആണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ട് വള്ളിക്കുന്നാണ്. കടലുണ്ടി വള്ളിക്കുന്നാണ് ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് വായിച്ചു നോക്കുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറ്. വലിയ വന്യജീവി സങ്കേതം പെരിയാറ് തന്നെയാണ്. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനാണ്. ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. ഇതിന്റെ അടുത്ത് തന്നെ ഒന്നാണ് മയിലാടുംചോല എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടും, ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗളവനുമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ കണ്ടൽക്കാട് മ്യൂസിയം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയിലാണ്ടിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് കണ്ടൽക്കാട് മ്യൂസിയം നിലവിൽ വന്നത്. ഇനി അടുത്ത പോയിന്റ്, കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. തിരുവനന്തപുരത്തൊക്കെയാണ് ഇതിന്റെ, വഴുതക്കാടൊക്കെയാണ് ഇതിന്റെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒക്കെ ആസ്ഥാനമായിട്ടൊക്കെ വരിക. നിലമ്പൂർ തെക്കിൻ തോട്ടം ആരംഭിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കനോലിയാണ്. കനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്നതാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം. ആർട്ടിഫിഷ്യലായിട്ട് തേക്കിൻ തൈകൾ നട്ടുപിടിപ്പിച്ച് മറ്റേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത്തരത്തിലുള്ള തടി ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു പ്ലോട്ടാണ് കനോലി പ്ലോട്ട് എന്ന് പറയുന്നത്. ഇന്ന് തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല തേക്ക് ലഭിക്കുന്നതായിട്ടുള്ള പ്രദേശം കൂടിയാണ് കനോലി പ്ലോട്ട്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയാണ് ഫോറസ്റ്റ് അക്കാദമി വരുന്നത്. ആദ്യത്തെ ഫോറസ്റ്റ് സ്കൂൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വാളയാറാണ്. വാളയാറാണ് പാലക്കാട് ജില്ലയിലുള്ള വാളയാറിലാണ് ആദ്യത്തെ ഫോറസ്റ്റ് സ്കൂൾ വരുന്നത്. 1962 ഇത് ആരംഭിച്ചത്. പിന്നെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ മരം കൂടിയാണ് നിലമ്പൂർ തേക്കുകൾ. ഇപ്പൊ GI ടാഗ് ലഭിച്ച ഒരു മരമാണ്. ഞാൻ പറഞ്ഞു വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു തേക്ക് കൂടിയാണ് നിലമ്പൂർ തേക്ക്. ഈ സായിപ്പന്മാർക്കും അറബികൾക്കൊക്കെ ഇത് വെച്ചുണ്ടാക്കുന്ന ഫർണിച്ചർ വളരെയധികം ഇഷ്ടമാണ്. കാരണം നല്ല കാതലായിരിക്കും ഇതിനൊക്കെ വരും. അതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരാണ്. 1975 ആരംഭിച്ച തൃശ്ശൂരാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഫോറസ്റ്റ് അക്കാദമി എവിടെയാന്ന് വെച്ചാൽ അക്കാദമി അരിപ്പയിൽ. അക്കാദമി അരിപ്പ. ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ പീച്ചി ആണെന്ന് ഓർത്തുക. ഇയില് തുടങ്ങുന്നു, പിയിൽ തുടങ്ങുന്നു, ഏകദേശം ഇയിലല്ല വരുന്നത്. ഇനി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോർപ്പറേഷൻ കോട്ടയം. ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. കോർപ്പറേഷൻ കോട്ടയം 75 തന്നെയാണ് രണ്ടും വരുന്നത്. പിന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പീച്ചിയിലും, അക്കാദമി ചോദിച്ചു കഴിഞ്ഞാൽ അരിപ്പയിലും ആണെന്ന് ഓർത്തേക്ക്. അരിപ്പ തിരുവനന്തപുരം. ഇനി മറന്നു പോവോ? മറക്കില്ല. അപ്പൊ അതിനുള്ള കോഡും പറഞ്ഞു തന്ന്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സാറേ ആ സൈലന്റ് വാലിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഈ ടാലന്റിന്റെ കൊടുത്തേക്കുന്നതേ, അത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം സൈലന്റ് വാലി. അത് PSCയുടെ ഉത്തരസൂചിക പ്രകാരം LD ക്ലർക്ക് വന്നേക്കുന്ന 2014. പക്ഷെ ശരിക്കും ഉത്തരം പെരിയാറാണ്. അത് 350 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ PSCയുടെ ആൻസർ എനിക്ക് അങ്ങനെയാണ്, ഞാനത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. സൈലന്റ് വാലിയുടെ 237.5. അപ്പൊ കേരള PSCയുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുകയായിരിക്കും നല്ലത്. കാരണം ഇവന്മാര് ചിലപ്പോൾ ഇതൊന്നും ഡിലീറ്റ് ചെയ്യില്ല, എന്നിട്ട് മാർക്ക് എഴുതിയവൻ അത് കൊടുക്കുകയും ചെയ്യും. പിന്നെ ആര് പോയി ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് അടിക്കും. അപ്പൊ നമ്മള് കറക്റ്റ് ആൻസർ എഴുതിയെന്ന് വിചാരിച്ച് നമുക്ക് മാർക്ക് കിട്ടാനൊന്നും പോകില്ല. അപ്പൊ PSCയുടെ ആൻസർ എഴുതി വെച്ചേക്കാം. സൈലന്റ് വാലി തന്നെ എഴുതി വെച്ചേക്കാം. ഓക്കെ,
നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടുതരാം. എത്രയാണ് ഏരിയ എന്നും കൂടി ഒന്ന്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏരിയ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആ നാഷണൽ പാർക്കുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് വരും. എന്നിട്ട് 4 ഓപ്ഷനും തരും. അപ്പൊ അത് ഏരിയ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ കണക്ക് സൈലന്റ് വാലി ആദ്യം വരും, പിന്നെ പെരിയാർ വരും, ഏറ്റവും അവസാനം പാമ്പാടും ചോല വരും. അതിന്റെ ഇടയ്ക്കാണ് മയിലാടും ചോലയും പിന്നെ ഏതൊരു നാഷണൽ പാർക്ക് കൂടെ ഉള്ള ഏതായിരുന്നു പിന്നെ ആനമുടി ചോല. ആനമുടി ചോല നാഷണൽ പാർക്ക്. പാമ്പാടും ചോല ആനമുടി ചോലയുണ്ട്. പാമ്പാടും ചോല മതിക്കെട്ട ആനമുടിച്ചോല 2003 ഇടുക്കിയില് വന്നത്. പെരിയാറ് സൈലന്റ് വാലി, സൈലന്റ് വാലി, ഇരവിക്കുളം, മതിക്കെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. മറ്റേതാണല്ലോ ഏലം. അപ്പൊ കറക്റ്റാ. അപ്പൊ അത് നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ പഠിച്ചിരിക്കണം. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഏറ്റവും വിസ്തൃതി കൂടിയതും കുറഞ്ഞതിലേക്ക്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തരും. അപ്പൊ ഞാൻ അതിന്റെ ഒരു വിസ്തൃതി എങ്ങനെയാന്നുള്ളത് ഇട്ട് തരാം, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇനിയുള്ളത് നമ്മൾ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒരു സ്റ്റെപ്പോടെ നോക്കി പോവാ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ കൺഫ്യൂഷനിലാവും. കറക്റ്റ് ആയിട്ട് ബിയും സിയും നമ്മൾ അപ്പോൾ 50-50, ആദ്യത്തെ അറിയാം അവസാനത്തെ അറിയാം. ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണ് ആദ്യം വന്നതെന്ന് മനസ്സിലാവാതെ നമ്മൾ എന്ത് ചെയ്യും, 50-50 ആയി പോവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി അറ്റൻഡ് ചെയ്യും. നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്തായിരിക്കും, കറക്റ്റ് ആയിട്ട് തെറ്റുമായിരിക്കും. എനിക്ക് അങ്ങനെ വരാറുള്ളൂ, അത് കാരണം അങ്ങനെ പറഞ്ഞ്. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം. ഞാൻ അത് എന്തെങ്കിലും ഇട്ട് തരാം. ഓക്കെ, ഇതോടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഈ പേജോടെ മതി. അപ്പൊ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ വഴുതക്കാടാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. വഴുതക്കാട് പോയിട്ടുണ്ടോ ആരെങ്കിലും? പാർട്ടൺ ഹില്ല് സ്കൂളിൽ പോയിട്ടുണ്ടോ? ഗേൾസ് സ്കൂള് ടെസ്റ്റ് എഴുതാനൊന്നും പോയിട്ടില്ല. അതിന്റെ തൊട്ടടുത്താണ് ഈ വഴുതക്കാട്. അപ്പോൾ കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് അരിപ്പയാണ്. കേരള ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞു, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അരിപ്പയിലാണ് പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിത തീരം. ഹരിത തീരം എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം. തീരപ്രദേശത്ത് തീരന്നുണ്ട് അതില്, അപ്പോൾ അതിന്റെ ജൈവ സംരക്ഷണമാണ് ലക്ഷ്യമാക്കിയിട്ട് വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് കമ്പൈൻഡ് ആയിട്ട്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഹരിത തീരം. സംസ്ഥാന കലാലയങ്ങൾ ഹരിതാപമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടിയാണ് നമ്മുടെ മരം. പിന്നെ അതുപോലെ വനവത്കരണ വനം വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും. അപ്പോൾ കലാലയങ്ങളുടെയാണ് നമ്മുടെ മരം, മറ്റ് വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും കൂടി ചേർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതാണ് എന്റെ മരം പദ്ധതി. മറ്റത് നമ്മുടെ മരമാണ്. നമ്മുടെ മരം കലാലയങ്ങളിലും എന്റെ മരം സ്കൂളുകളിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് എന്റെ മരം. എന്താണ് ആരും എന്തോ പറഞ്ഞല്ലോ. ഓക്കെ, അടുത്ത കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സമിതി രൂപീകരിച്ചത് മരുത്തി ഹില്ലിലാണ്. ഗ്രാമഹരിത സമിതി ഇത്തരത്തില് ഗ്രാമപ്രദേശങ്ങളെ ഹരിതാപമാക്കാനായിട്ട്, പച്ചപ്പും ഹരിതാപമാക്കാനായിട്ട് ഓം ശാന്തി പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച എന്താണ്, മരുത്തി ഹില്ലിലാണ് ആദ്യത്തെ ഗ്രാമ ഹരിത സമിതി രൂപീകരിച്ച് മരുത്തി ഹില്ലിലാണ്. ഇനി അതുപോലെ വനവിഭവങ്ങൾ സമാഹരിച്ചു വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ. വനവിഭവങ്ങൾ സംഭരിച്ചിട്ട് വിപണനം ചെയ്യാനായിട്ടുള്ള ഒരു സംരംഭമാണ് വനശ്രീ. പിന്നെ ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം. ഔഷധ സസ്യങ്ങൾക്ക് ആയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം. അതുപോലെ തന്നെ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാനും കുട്ടികളെ പ്രകൃതിയുടെ സംരക്ഷകരാക്കാനും ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് തണല്. തണൽ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാനും
കുട്ടികളെ പ്രകൃതിയുടെ സംരക്ഷകരാക്കി മാറ്റുവാനും വേണ്ടിയിട്ട് ആരംഭിച്ച് ലക്ഷ്യമിട്ടിട്ട് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് തണൽ 2020. പിന്നെ തരിശു ഭൂമിയിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വച്ചുപിടിപ്പിച്ച് കേരളത്തിൽ ഹരിതവൽക്കരണം വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ഇപ്പൊ തരിശു ഭൂമിയാണെങ്കിൽ തുരുത്ത്, തരിശു ഭൂമിയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാനായിട്ടാണ് പച്ചപ്പ് ഫലവൃക്ഷങ്ങളൊക്കെ വച്ച പിടിപ്പിച്ച് അവിടെ ഒരു നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മിഷന്റെ ഹരിത കേരള മിഷന്റെ ഭാഗമാണ് പച്ചത്തുരുത്ത് പദ്ധതി. തണല് പിള്ളേരെ എന്ത് ചെയ്യാനായിട്ടാണ് പ്രകൃതിയുടെ സംരക്ഷകരാക്കി മാറ്റാനായിട്ടും ജൈവ വൈവിധ്യത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് തണല്. ഔഷധങ്ങളുടെ നമുക്കറിയാം സഞ്ജീവനി എന്നുള്ള പേരിൽ മൃത സഞ്ജീവനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ പേരിന് കിട്ടിക്കോളും. വനശ്രീയും കിട്ടും. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമ ഹരിത സമിതി എവിടെയാന്ന് വെച്ചാൽ മരുത്തി ഹില്ലിലാണ്. ഓക്കെ, ഇന്നത്രയും പോരെ? അപ്പൊ എല്ലാവരും സമയമൊക്കെ പഠിക്കുക. ടെസ്റ്റ് പേപ്പർ ടെസ്റ്റില് നിങ്ങൾ 60 സ്കോർ ചെയ്യണം. അപ്പൊ അത് മറക്കാണ്ടിരിക്കുക. നമ്മളെ ടാർഗറ്റ് നമ്മൾ എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം വെറുതെ ഇരുന്നത് കളയരുത്. 1 കൊല്ലത്തോളമൊക്കെ ആയി ഇവിടെ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ എനർജിയിൽ ഓടേണ്ടത്. അല്ലാണ്ട് ഫിനിഷിംഗ് പോയിന്റ് അടുക്കാറാവുമ്പോൾ സാധാരണ 100 മീറ്റർ ഓടുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവസാനത്തെ ലാപ്പിൽ എന്ത് ചെയ്യും? അതിപ്പോ ഫിസിക്കൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ പറഞ്ഞു തന്ന ഒരു ഇതാണ്. സ്വാഭാവികമാണ്, മനുഷ്യന് ക്ഷീണം വരും. കാരണം ഇത്രയും നാൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവസാനം ആകുമ്പോൾ ഇനി വയ്യാന്നുള്ളൊരു തോന്നലായിരിക്കും. അന്നേരം നന്നായിട്ട് ഇരുന്ന് ഓടുന്നവനാണ് ജോലി കിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. സോ അപ്പൊ നിങ്ങളുടെ ക്ഷീണമൊക്കെ മാറിക്കോളും. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ.